എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ ചെടി നടലോ അല്ലെങ്കിൽ സെയിലോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഓണമൊക്കെ ആവാറായില്ലേ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓണത്തിന് ആഴ്ചയിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് ഓണമായിട്ട് എല്ലാ വർഷവും ഓണമായിട്ട് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം എടുത്തേക്കണത്. കാരണം മോളെൻ്റെ കൂടെ ഇല്ലാത്തൊരു ഓണമാണ് ഈ പ്രാവശ്യം. ആദ്യമായിട്ടാണ് ഓണത്തിന് മാറി നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ കൊടുത്തു വിട്ടാലാണ് ഓണത്തിനാകുമ്പോഴേക്ക് അവർക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ 30-ാം തീയതി ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് കിട്ടിയാൽ മതി ഡ്രസ്സുകളൊക്കെ. വേറെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ധാവണി മതി എന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ധാവണി മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ധാവണി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ തയ്ക്കണത് മാത്രമേ അവൾക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. മറ്റുള്ളതൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അവിടെ രണ്ടാമത് ചെയ്യാനൊക്കെ പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്ച്ചാലും കറക്റ്റ് കിട്ടുമെന്ന് നമ്മൾ പറയണേ കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് പോയ തലേ ദിവസം ഓണത്തിൻ്റെ അപ്പോൾ പോയപ്പോൾ ഒക്കെ ഞാൻ 2 ബ്ലൗസ് തയ്ച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലൗസാണല്ലോ കറക്റ്റായിട്ട് കിട്ടാൻ പാട്. അപ്പോൾ ഞാൻ 2 കളർ, ഒരു മെറൂണും ഒരു പച്ചയും ബ്ലൗസ് തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അതിന് പറ്റിയതായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഒത്തിരി ഞാൻ നോക്കി സെറ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ സെറ്റായിട്ട് എടുക്കുമ്പോൾ ഒന്നുകിൽ ബ്ലൗസിൻ്റെ കളർ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഷാള് ഭംഗി ഉണ്ടാവില്ല. ഷാള് നല്ലതായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ പാവാട ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒത്തു കിട്ടാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, പാവാട സെപ്പറേറ്റ് എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ അങ്കമാലി മെട്രോയിൽ പാവാട സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ പാവാട സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഇതൊക്കെ പാവാട നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വണ്ണം ഉള്ളവർക്കാലും ഉപയോഗിക്കാം, വണ്ണം കുറഞ്ഞവർക്കാലും ഇതിങ്ങനെ കണ്ട ചുരുക്കി നമുക്കിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്താൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക്. അത് ഞാനെടുത്തു. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന് പറ്റിയതായിട്ടുള്ള ഒരു ഷാൾ എടുത്തു കേട്ടോ ധാവണിക്ക്. അപ്പോൾ ധാവണിക്ക് ഷാൾ എടുത്തത് ഞാൻ മുറിച്ചാണ് കേട്ടോ മേടിച്ചേക്കണത്. നല്ല വർക്കുള്ളത് കിട്ടിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു 480 രൂപയാണ് ഇതിന് മീറ്ററിന്. അപ്പോൾ ഒരു 500 രൂപയുടെ അടുത്ത് മീറ്ററിന് കിട്ടിയായിരുന്നു. അപ്പോൾ അത് 260 ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ പോലും നമുക്ക് ലാഭമാണ്. ഇതിന് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പാവാടയുടെ വില എന്ന് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ വില ആണെങ്കിൽ 795 രൂപയാണ് കേട്ടോ. 795 രൂപ. അപ്പോൾ നമ്മൾക്ക് അത് കുഴപ്പമുണ്ടായില്ല, നമ്മൾക്കത് എടുത്തു. അപ്പോൾ ബ്ലൗസ് ഞാൻ കഴിഞ്ഞ വർഷം തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. പച്ച കളറാണ് കേട്ടോ. ഈ ബോട്ടിൽ പച്ച കളറിന് ബ്ലൗസ് തയ്ച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ അടുത്ത ഓണത്തിന് എന്തായാലും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഓണത്തിന് വരുമ്പോൾ വല്ല സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ സാരി എന്തെങ്കിലും സെറ്റ് മുണ്ടോ അവിടെ കിട്ടിയാലും ബ്ലൗസ് നമുക്ക് കയ്യിലുണ്ടെങ്കിലും കൊടുക്കാമല്ലോ. അതിന് ഞാൻ ബ്ലൗസ് കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ച് കൊടുത്തു വിട്ട ആ ബ്ലൗസ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിൽ പറയണോട്ടെ. ഞാൻ തയ്ച്ച ബ്ലൗസാണ്. ഞാൻ ഒത്തിരി കാലം ബ്ലൗസുകളും കാര്യങ്ങളൊക്കെ തയ്ച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. ഇപ്പോൾ ജോലി കിട്ടിയത് കൊണ്ട് മാത്രം ഞാനത് നിർത്തിയതാണ്. പൂർണ്ണമായിട്ടും നിർത്തിയിട്ടുള്ള വീട്ടിലെ എൻ്റെ കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ തയ്ക്കും ഞാൻ തന്നെയാണ് കേട്ടോ. പുറമേക്ക് തയ്ച്ചു കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തയ്ച്ചു കൊടുക്കാത്തതാണ്. അപ്പോൾ ഇതാണ്. അപ്പം നമുക്കിതിൻ്റെ അരിക് അടിച്ച് കെട്ടിടണം. കെട്ട് നമ്മൾ പിടിപ്പിക്കണം. പച്ച കളർ കെട്ട് പിടിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. അപ്പം നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് തയ്യലൊക്കെ അറിയാവുന്നവരായാലും അറിയാത്തവരായാലും നമ്മൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് നല്ലതാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അരികൊക്കെ അടിച്ച് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അരിക് അടിക്കാൻ പോകാൻ കേട്ടോ. ഇത് കംപ്ലീറ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരിക് ഇങ്ങനെ 2 അരികും 2 സൈഡും അങ്ങേയറ്റം തുമ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് അടിക്കണം കേട്ടോ. അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്താണിക്ക് വരുന്ന സ്ഥലത്ത് അതിൻ്റെ തുമ്പത്ത് നമ്മൾ ഈ കെട്ട് പിടിപ്പിക്കുക എന്നാണ് കേട്ടോ വിചാരിക്കണേ. ഇതിൻ്റെ ബ്ലൗസ് ഈ കളറാണ് കേട്ടോ. ഈ വീഡിയോയിലേക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കളറാണ് ശരിക്കും ഇതിൻ്റെ ബ്ലൗസ്. പച്ച കേട്ടോ, ബോട്ടിൽ ഗ്രീൻ പോലത്തെ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അരിക് അടിക്കാം. അധികം വീതി ഇല്ലാണ്ട് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മടക്കി അടിക്കണം കേട്ടോ. ഇത്രയും വീതിക്ക് കേട്ടോ നമ്മൾ അടിക്കണേ.
അപ്പോൾ നമ്മളിതിൻ്റെ ഒരു സൈഡ് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കേട്ടോ, കുറച്ച് വീതിക്ക് നമ്മൾ അടിച്ചിട്ടുള്ളൂ. ഇത്രയും വീതി മതി കേട്ടോ. കണ്ടോ, ഇത്രയും വീതിക്ക് നമ്മൾ അടിച്ചിട്ടുള്ളൂ. കണ്ടോ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ഇതേപോലെ തന്നെ അടിക്കണം. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ വേണം ആ കെട്ട് തുന്നി പിടിപ്പിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റേ സൈഡ് ഞാൻ അടിച്ചിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ. മറ്റേ സൈഡ് കൂടി അടിച്ചിട്ട് ഇനി കെട്ട് പിടിപ്പിച്ചിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് തുന്നേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ചിങ്ങനെ അറ്റം വരെ നമ്മൾ തുന്നാൻ കേട്ടോ. അപ്പോൾ തുന്നി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കാണാൻ നല്ല ചന്തമാണ്. കണ്ടോ, നല്ല പച്ച കളറിൽ സാരി ബ്ലൗസ് ഈ കളറാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഓരോന്ന് ഇത് വെച്ച് തുന്നാട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ തുന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് സിമ്പിളാണ് തുന്നാനായിട്ട്. നമ്മളിത് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുത്താൽ മതി കേട്ടോ. ഉൾവശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരേ അകലത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരേ അകലം കിട്ടും നമ്മൾക്ക്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഉൾവശത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തുന്നി കൊടുത്താൽ മതി കേട്ടോ. സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടൈലറിങ് കടയിലൊന്നും ഷോപ്പിലൊന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വിട്ടു പോവാത്ത രീതിയിൽ നമ്മൾ ഒരു കുറച്ച് ഏടണം, കുറച്ച് തുന്നണം കേട്ടോ. എന്നിട്ട് ഇതിനെ കെട്ടിട്ട് നമ്മൾ നിർത്തണം. നമുക്ക് ഇങ്ങനത്തെ നമുക്കിതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. അല്ല, ഏത് കളർ വെള്ളം മേടിക്കാൻ കിട്ടും. അതുകൂടാതെ നമ്മൾക്ക് വേണമെങ്കിൽ നമുക്കിതിനെ നൂല് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നൂല് വാങ്ങിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ അകലത്തിൽ നമുക്ക് ഒരു എന്തെങ്കിലും പേപ്പറുമ്മ, കട്ടിയുള്ള ബേസ്ബോളിൻ്റെ പേപ്പറുമ്മ ചിറ്റിയിട്ട് നമുക്കത് കുറേ എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചിറ്റി എടുക്കണം. ചിറ്റി എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് കെട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അതല്ല നമുക്ക് നൂല് ഇപ്പോൾ അതേ കളർ നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമുക്കത് ഒന്നും അറിയണ്ട, നമുക്ക് ഈ സാധനം മേടിച്ചിട്ട് വെറുതെ തുന്നി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സാരിയൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് സാരി ഇപ്പം തലേന്നായാലും നമുക്ക് ഇതിൻ്റെ കെട്ട് വേണമെങ്കിൽ നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ കെട്ട് കൂടി വരുമ്പോഴാണ് നമ്മുടെ സാരിക്കായാലും നല്ല ഭംഗിയുണ്ടാവും, കൂടുതൽ അട്രാക്ഷനായിരിക്കും, കുറച്ചുകൂടിയും ഗ്രാൻഡായിട്ട് തോന്നും കേട്ടോ. ചില സിൽക്ക് സാരികൾക്ക് നൂല് വലിച്ച് കെട്ടിടാനുണ്ടാവില്ല. അപ്പോൾ സിൽക്ക് സാരിക്കൊക്കെ ഇങ്ങനത്തെ നൂല് ഇതിൻ്റെ കെട്ട് മേടിച്ചിട്ട് തുന്നി പിടിപ്പിക്കുമ്പോഴേക്കും നല്ലത്. ലാസ്റ്റ് വന്നിട്ട് ഇതുമ്മ ഒന്ന് കെട്ടിട്ട് നിർത്തണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞ് പോരില്ല. കണ്ടോ, സിമ്പിളാണ്. കണ്ടോ, ഇതിൻ്റെ ഗോൾഡൻ കെട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ കെട്ട് പുറത്ത് കാണാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ തുന്നി കൊടുക്കണേ കേട്ടോ. കണ്ടോ, കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീഡിയോയിൽ. ഇതിന്മേ ഗോൾഡൻ നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ കെട്ട് പുറത്തേക്ക് വരണം, ഇങ്ങനെ ഇരിക്കണം. നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇനി ഇതിൻ്റെ ഈ അറ്റം വരെ നമുക്ക് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ വീഡിയോയിൽ മൊത്തം കാണിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പം നമ്മളത് മൊത്തം തുന്നിയിട്ട് കാണിക്കാം കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ തുമ്പത്ത് കെട്ട് പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ കളറാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലൗസിൻ്റെ കളറ്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ കളറ് ഞാൻ ഇതിന് കെട്ട് പിടിപ്പിച്ചേക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ചെയ്യണത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ് അവളുടെ മനസ്സിനെ ഇണങ്ങിയതുപോലെ ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ പറയും, അവളില്ലെങ്കിൽ പോലും ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഡ്രസ്സുകൾ. പല ഡ്രസ്സുകളും അവളില്ലാത്തപ്പോഴായാലും ഞാൻ എടുത്താണ് അവൾക്ക് കൊടുക്കണത്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒരുപോലെയാണെന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ, നല്ല രസമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അധികം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റായിട്ട് മേടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും മനസ്സിനാണെങ്കിന്ന് വരില്ല. ഇതിപ്പോൾ നമുക്ക് മനസ്സിനാണെങ്കിൽ പോലെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ.